ഹേ ഗായ്സ്, ഞാനിപ്പോൾ പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. 2000 രൂപ കൊണ്ട് മാത്തേരാൻ കാണാൻ വന്ന് മുംബൈ കണ്ട്. ഇനി ഇവിടെ നിന്ന് നാട്ടിലോട്ട് പോകണം. ഇനി ഇവിടെ നിന്ന് നാട്ടിലോട്ട് പോകുന്ന വിചാരിച്ചാൽ ട്രെയിൻ ഇല്ല. അതുകൊണ്ട് പിന്നെ മംഗളൂർ വരെ പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട്. അത് ഞാൻ കാത്തിരിക്കുകയാണ്. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ട്രെയിൻ വന്ന്. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് അപ്പോൾ തന്നെ കയറി കിടന്നങ്ങ് ഉറങ്ങി. ഇന്ന് രാവിലെ എഴുന്നേറ്റ് താഴോട്ട് നോക്കിയപ്പോൾ ഗാന്ധിജിയെ പോലെ ഇരിക്കുന്ന ഒരു അപ്പൂപ്പൻ താഴെ ഇരിക്കുന്നു. അങ്ങനെ ഉച്ചയായപ്പോൾ മാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങി. അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കടയിൽ കയറി ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണി കൊണ്ടുവന്ന് അത്യാവശ്യം തിരക്കില്ല, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കഴിച്ച് എന്നിട്ട് കടക്കാരൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ അടുത്ത് ഏതാ നല്ല സ്ഥലം ഉള്ളത്. ഒരു മാൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ മാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ. കഴിച്ച ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ബസ് സ്റ്റോപ്പ്. ബസ് വേറെ റൂട്ടായതുകൊണ്ട് അതിനെ പകുതിക്ക് വെച്ച് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ അമ്പനക്കട്ട ജംഗ്ഷനിൽ നിൽക്കുകയാണ്. ഇവിടുത്തെ ഫേമസ് ഈ മുമ്പിൽ കാണുന്ന ഈ ക്ലോക്ക് ടവർ ആണ്. അപ്പോഴാണ് എൻ്റെ കൂടെ വന്ന കൂട്ടുകാരൻ പറഞ്ഞത് അവനൊന്ന് ഫ്രഷ് ആവണമെന്ന്. അങ്ങനെ ഒരു മുസ്ലിം പള്ളി കണ്ടുപിടിച്ചു. ഇപ്പോൾ അതിനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് ഒരു മാർക്കറ്റ് റോഡ് അവിടെ എത്തി. ഇവിടെയാണെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ സൈഡിൽ മൊത്തം മാർക്കറ്റാണ്. ഇവിടെ നല്ല ചെരുപ്പൊക്കെ ഉണ്ട്. അത്യാവശ്യം വില കുറവെന്ന് വെച്ചാൽ അങ്ങനെ വില കുറവൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ വിലയൊക്കെ തന്നെയാണ്. ഈ ഏരിയ മൊത്തം ഒരു മാർക്കറ്റ് ഏരിയയാണ്. പിന്നെ അവിടെ നടന്ന് മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ ഒരു പാർക്കിന്റെ അവിടെ എത്തി. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്രീഡം ഫൈറ്ററിന്റെ സ്റ്റാച്ചു ഉണ്ട്. ഇദ്ദേഹമാണ് കെമ്പാടി രമ്മായ ഗൗഡ. ബ്രിട്ടീഷിനെതിരെ 1837 അമരസുലിയ കലാപത്തിന് നേതൃത്വം നൽകിയ ഒരു പ്രമുഖ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു ഇദ്ദേഹം. അങ്ങനെ ഇതിന്റെ അടുത്തുള്ള മുസ്ലിം പള്ളിയിൽ പോയി ഫ്രഷ് ആയി. അത് കഴിഞ്ഞപ്പോൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് മോളിലോട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ കുറെ പേര് ഇരുന്ന് കളിക്കുന്നുണ്ട്. കുറച്ചു നേരം കളിയും കണ്ടുകൊണ്ടിരുന്നു. പിന്നെ അവിടെ നടന്ന് മാളിലെത്തി. ഇതാണ് ഫിസ നെക്സസ് മാൾ. മാംഗ്ലൂർ പാണ്ഡേശ്വർ റോഡിനടുത്താണ് ഈ മാൾ ഉള്ളത്. മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. 2014 ഈ മാൾ ഓപ്പൺ ആയത്. അങ്ങനെ മാളിൻ്റെ അകത്ത് കയറി. അത്യാവശ്യം നല്ല വലിയ മാൾ, നല്ല തിരക്കുണ്ട്. പിന്നെ മാളിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര ചുറ്റിക്കറങ്ങി ഓരോ കടകളിൽ കയറി വില നോക്കി ഇറങ്ങും. പിന്നെ ഇതിന്റെ മുകളിൽ കളിക്കാനായിട്ട് ഒരു സ്നോയുടെ റൂമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ലുലു മാളിന്റെ അത്ര ഒന്നും വരില്ല. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവിടെ മുസ്ലിംസ് കൂടുതലാണ്. അങ്ങനെ കുറെ നേരം അവിടെ കിടന്ന് ചുറ്റിക്കറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ രാജാജി ഓപ്പൺ എയർ തിയേറ്റർ പാർക്കിൽ വന്നിരിക്കുകയാണ്. സമയം വൈകുന്നേരമായി. രാത്രിയാണ് ട്രെയിൻ ഉള്ളത്. കുടമുൾ റംഗാറാവോ മെമ്മോറിയൽ ടൗൺ ഹാളാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ആൾക്കാരെല്ലാം ഇരുന്ന് പീസ്ഫുൾ ആയിട്ട് ഫോൺ നോക്കുന്നുണ്ട്. കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. വൈകുന്നേരം കുറച്ച് സമാധാനത്തോടെ ഇരിക്കാനും സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇത്. ഇതിന്റെ ഓപ്പോസിറ്റ് ക്ലോക്ക് ടവർ കാണാം. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗാന്ധിജിയുടെ പ്രതിമയുണ്ട്. അങ്ങനെ കുറെ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ തിരിച്ച് മാംഗ്ലൂർ ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. ഇതിന്റെ തൊട്ടടുത്തുള്ള കടയിൽ കയറി ഫുഡ് കഴിച്ച് കുറെ കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു. ഇതാണ് നമ്മൾ പോകേണ്ട ട്രെയിൻ. അന്ത്യോദയ എക്സ്പ്രസ് ആണിത്. അങ്ങനെ അകത്ത് കയറി നോക്കിയപ്പോൾ പൈപ്പിൽ വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് അടച്ച്. പിന്നെ ആദ്യം പെട്ടെന്ന് തന്നെ സീറ്റ് പിടിച്ച്. അപ്പോൾ തന്നെ കയറി കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ തിരുവനന്തപുരം നോർത്ത് എത്തി. ഈ ഒരു ട്രിപ്പ് എങ്ങനെ ഒരു 2000 രൂപ കൊണ്ട് എങ്ങനെ മാത്തേരൻ കണ്ടുവരാന്ന് പറഞ്ഞ ഒരു ട്രിപ്പായിരുന്നു. ഞാൻ പോയി മാത്തേരൻ കണ്ട് വന്ന ട്രിപ്പായിരുന്നു. ഇതിന്റെ ചെലവുകളും ഇതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഇനി 2000 രൂപയിൽ തികഞ്ഞോ എന്ന് ചോദിച്ചാൽ തികഞ്ഞില്ല. 2500 രൂപ വരെയായി. അങ്ങനെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസായി വീണ്ടും വരാം.